ഓം ശാന്തി. 18/1/79 ബാബയുടെ വാണിയുടെ സാരം. 18 जनवरी स्मृति दिवस को सदा काल का समर्थी दिवस मनाने के लिए शिक्षाएं. ജനുവരി 18 എന്ന സ്മൃതി ദിവസത്തെ സദാകാലത്തേക്കുള്ള സമർത്ഥി ദിവസമായി ആഘോഷിക്കുന്നതിനുള്ള പാഠങ്ങൾ. सर्वसमर्थ शिव बाबा सदा अमर भवा का वरदान देते हुए बोले. സർവസമർത്ഥനായ ശിവ ബാബ സദാ അമർ ഭവ എന്ന വരദാനം നൽകിക്കൊണ്ട് സംസാരിക്കുകയാണ്. आज सभी बच्चे विशेष साकती याद प्रेम स्वरूप की स्मृति में स्यादा रही. ഇന്ന് എല്ലാ കുട്ടികളും വിശേഷിച്ചും ബ്രഹ്മബാബയുടെ ഓർമ്മ പ്രേമസ്വരൂപത്തിന്റെ സ്മൃതിയിലായിരുന്നു കൂടുതലും ജീവിച്ചത്. साकारी सो आकारी बाप सभी के नयनों में समाये हुए हैं. സാകാരത്തിലുള്ള അതേപോലെ തന്നെ ആകാരി ഫരിസ്ത സ്വരൂപത്തിലുള്ള ബ്രഹ്മബാബ എല്ലാവരുടെയും നയനങ്ങളിൽ അലിഞ്ഞു ചേർന്നിരുന്നു. अमृत वेले से लेकर देश विदेश के बच्चों की याद के संदेश सारे वतन में वायुमंडल की रीति से फैले हुए थे. അമൃതവേള മുതൽ ദേശത്തും വിദേശത്തുമുള്ള കുട്ടികളുടെ ഓർമ്മയുടെ സന്ദേശങ്ങൾ മുഴുവൻ വതനത്തിലും സൂക്ഷ്മലോകത്തിലും വായുമണ്ഡലത്തിന്റെ രൂപത്തിൽ വ്യാപിച്ചിരിക്കുകയായിരുന്നു. प्रेम के आंसुओं की मालाएं वतन को सजा रही थी. പ്രേമത്തിന്റെ കണ്ണുനീർ തുള്ളികളുടെ മാലകൾ, കണ്ണുനീർ മുത്തുകളുടെ മാലകൾ സൂക്ഷ്മലോകത്തെ അലങ്കരിച്ചിരുന്നു. ഹരേക് ബച്ച ബ്രഹ്മ ബാപ് കെ ലവ് മേ ലവ്ലീൻ ഥി. ഓരോ കുട്ടികളും ബ്രഹ്മബാബയോടുള്ള സ്നേഹത്തിൽ ലവ്ലീനായിരുന്നു. ചാരോം ഓർ ദിൽ के दिलरुबा की आवाज बाप दादा के पास पहुंच रही थी. നാലുപാടുമുള്ള പ്രിയപ്പെട്ട ഹൃദയത്തിന് പ്രിയപ്പെട്ട കുട്ടികളുടെ ശബ്ദം ബാപ്ദാദയുടെ പക്കൽ സമീപത്ത് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഹരേക് കെ मन से बाबा की महिमा के सुंदर आलाप साजों के समान वतन में गूंज रहे थे. ഓരോ കുട്ടികളുടെ മനസ്സിൽ നിന്നും ബാബയുടെ മഹിമയുടെ സുന്ദരമായ സംഗീതം, ആലാപനം സംഗീതത്തിന്റെ സമാനം സൂക്ഷ്മലോകത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഹരേക് കെ ആശാओं के दीपक जगे हुए वतन को जगमगा रहे थे. ഓരോ കുട്ടികളുടെയും ആശകളുടെ ദീപങ്ങൾ ജ്വലിച്ച് സൂക്ഷ്മലോകത്തെ തിളക്കമുള്ളതാക്കി മാറ്റിക്കൊണ്ടിരുന്നു. ബാപ്ദാദ ബച്ചോं के स्नेह को देख मुस्कुरा रहे थे. ബാപ്ദാദ കുട്ടികളുടെ സ്നേഹത്തെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിദേശി വ ദേശവാസി ബच्चे अपने बुद्धियों द्वारा वतन में भी पहुंचे हुए थे. വിദേശികളും അതേപോലെ ദേശവാസികളുമായിട്ടുള്ള കുട്ടികൾ തന്റെ ബുദ്ധിയോഗത്തിലൂടെ സൂക്ഷ്മലോകത്തിൽ എത്തിച്ചേർന്നിരുന്നു. बाप-दादा भी बच्चों के स्नेह के सागर में बच्चों के लव में लवलीन थी. ബ്രഹ്മബാബയും കുട്ടികളുടെ സ്നേഹത്തിന്റെ സാഗരത്തിൽ, കുട്ടികളുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരുന്നു. യാദ് കാ റിട്ടേൺ ദേ രഹേ ഥി. കുട്ടികളുടെ ഓർമ്മയ്ക്ക് ഉള്ള പ്രതിഫലം ബാബ നൽകിക്കൊണ്ടേയിരുന്നു. बच्चे बाप से पूछते हैं हम सबसे पहले अकेले वतनवासी क्यों. കുട്ടികൾ ബാബയോട് ചോദിച്ചു, ഞങ്ങൾ എല്ലാവരേക്കാളും മുന്നേ ബ്രഹ്മബാബ ഒറ്റയ്ക്ക് പോയി എന്തിനാണ് സൂക്ഷ്മലോകവാസിയായി മാറിയത്?
मेजोरिटी बच्चों का यही स्नेह का सवाल था. ബഹുഭൂരിപക്ഷം കുട്ടികളും ഈ ചോദ്യം, ഈ സ്നേഹത്തിന്റെ ചോദ്യം ചോദിച്ചിരുന്നു. बाबा बोले, जैसे आदि में स्थापना के कार्य प्रति साकार रूप में निमित्त एक ही बने. ബാബ മറുപടി പറഞ്ഞു, സ്ഥാപനയുടെ ആദി, സ്ഥാപനയുടെ കാര്യത്തിന് വേണ്ടി സാകാര രൂപത്തിൽ നിമിത്തമായിട്ട് മാറിയത് ഒരാൾ തന്നെയാണ്. അലഫ്കി താർ പഹലെ ഏകോ ആയി. ബാബയുടെ സന്ദേശം ആദ്യം ഒരാൾക്കാണ് കിട്ടിയത്. സേവ അർത്ഥ സർവസ്വ ത്യാഗമൂർത്ത് ഏക് അകേലെ ബനെ. സേവാർത്ഥം സർവസ്വ ത്യാഗമൂർത്തിയായി ഒരു ബ്രഹ്മബാബയാണ് മാറിയത്, ഒറ്റയ്ക്കായിരുന്നു. ജിസ്കോ ദേഖ് ബച്ചോനെ ഫോളോ ഫാദർ കിയ. ബ്രഹ്മബാബയെ കണ്ടിട്ട് കുട്ടികൾ ഫോളോ ഫാദർ ചെയ്തത്. ത്യാഗ് और ഭാഗ്യ दोनों में नंबर 1 ബാപ് നിമിത്ത ബനെ. ത്യാഗത്തിന്റെ കാര്യത്തിലും ഭാഗ്യത്തിന്റെ കാര്യത്തിലും 1ാം നമ്പറിലേക്ക് ബ്രഹ്മബാബയാണ് വന്നത്. ബ്രഹ്മബാബയാണ് അതിന് നിമിത്തമായിട്ട് മാറിയത്. अब अंत में भी बच्चों को ऊंचा उठाने के लिए व अव्यक्त बनाने के लिए बाप को ही अव्यक्त वदनवासी बनना पड़ा. അതുകൊണ്ട് ഈ അന്തിമ സമയത്തും കുട്ടികളെ ഉയർത്തുന്നതിന് വേണ്ടി, അതേപോലെ കുട്ടികളെ അവ്യക്തമാക്കി മാറ്റുന്നതിന് വേണ്ടി ബ്രഹ്മബാബയ്ക്ക് തന്നെ ആദ്യം അവ്യക്ത വദനവാസിയായി മാറേണ്ടി വന്നു. ഈ സാകാരി ദുനിയാ സെ ഊഞ്ചാ സ്ഥാൻ അവ്യക്ത വദൻ അപ്നാനാ പട. അതുകൊണ്ടാണ് കുട്ടികളെ കൂടി അവ്യക്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മബാബയ്ക്ക് ഈ സാകാര ലോകത്തിൽ നിന്നും ഉപരിയായ സ്ഥാനമായ അവ്യക്ത വദനത്തെ സ്വന്തമാക്കേണ്ടി വന്നത്. അഭി ബാബ कहते हैं, बाप समान स्वयं को और सेवा को संपन्न करो. ഇപ്പോ ബാബ പറയുകയാണ്, ബാബയ്ക്ക് സമാനം സ്വയത്തെയും സേവയെയും സമ്പന്നമാക്കൂ. ബാബ് സമാൻ അവ്യക്ത വദൻ വാസി ബൻ ജാവോ. ബ്രഹ്മബാബയെ പോലെ അവ്യക്ത വദനവാസിയായി മാറൂ. ബാപ്ദാദ അഭി ഭി ആഹ്വാൻ കർത്തേ ഹെ. ബാപ്ദാദ ഇപ്പോഴും കുട്ടികളെ ആഹ്വാനം ചെയ്യുകയാണ്. ദേർ കിസ്കി ഹെ. ആരാണ് വൈകുന്നത്? ഡ്രാമയ്ക്ക് ദേർ ഹെ. ഡ്രാമയാണോ വൈകുന്നത്? കുട്ടികളെ ബാപ്ദാദ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മ ലോകത്തിലേക്ക് വരൂ വരൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആരാണ് വൈകുന്നത്? ഡ്രാമ കാരണമാണോ വൈകുന്നത്? ഡ്രാമമേ നിമിത്ത കാരൻ കോൺ. ഡ്രാമയിൽ തന്നെ ആരാണ് ഇത് വൈകുന്നതിന് കാരണമായിട്ട് മാറിയിരിക്കുന്നത്? സിർഫ് ഏക് ഛോട്ടി സി ബാത് ദൃഢ സങ്കല്പ രൂപ സെ ധാരൺ കരോ तो सदा काल का मिलन हो जावेगा. ബാബ പറയുന്നത് കേവലം ഒരേ ഒരു ചെറിയ കാര്യത്തെ പ്രതി ദൃഢസങ്കല്പത്തിന്റെ രൂപത്തിൽ കുട്ടികൾ ധാരണ ചെയ്യുകയാണെങ്കിൽ സദാകാലത്തേക്ക് ബാബയുമായിട്ടുള്ള മിലനം ഉണ്ടാകുക തന്നെ ചെയ്യും. ജൈസെ ആജ് കെ ദിൻ സഹജ യോഗി നിരന്തർ യോഗി ഏക് ബാപ് ദൂസരാ ന കോയി ഇസി സ്ഥിതി മേ സ്ഥിത് രഹേ ഐസെ ഹി സദാ അമർ ഭവാക്കെ വരദാനി ബനു. ബാബ പറയുന്നു, ഇന്നത്തെ ദിവസം കുട്ടികൾ സഹജയോഗി, നിരന്തര യോഗി, ഒരു ബാബ, രണ്ടാമതാരുമില്ല, ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തു. ഇതേപോലെ തന്നെ എന്നും അമർ ഭവ എന്ന വരദാനിയായി മാറും. അതായത് എന്നും, ഇന്ന് ജനുവരി 18 ദിവസം എത്രത്തോളം കുട്ടികൾ സഹജയോഗിയാണോ, നിരന്തര യോഗിയാണോ, ഒരു ബാബ രണ്ടാമത് ആരുമില്ല എന്നുള്ള സ്ഥിതിയിലാണോ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ദൃഢസങ്കല്പം എടുക്കും. तो क्या होगा? അപ്പോൾ എന്താണ് സംഭവിക്കുക? സദാ മിലൻ കൂടി. അപ്പോ അങ്ങനെ കുട്ടികൾ ദൃഢസങ്കല്പം എടുത്താൽ എന്ത് സംഭവിക്കും? സദാകാലത്തേക്ക് ഈ ഭിന്നത, ഈ വേർപെടൽ, വിയോഗം മാറി വിയോഗത്തിന് വിട നൽകിക്കൊണ്ട് സദാകാലം
ബാബയുമായിട്ടുള്ള മിലനം ആഘോഷിച്ചുകൊണ്ടിരിക്കാം. സ്നേഹ സ്വരൂപോ സമാൻ സ്വരൂപമേ നിവർത്തൻ കരും. അപ്പോ ബ്രഹ്മബാബയെ കുട്ടികൾ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ബാബ പറയുന്നു ആ സ്നേഹ സ്വരൂപത്തെ സമാന സ്വരൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തും. അതായത് ബ്രഹ്മബാബയുടെ സ്നേഹമൊക്കെ ഉണ്ട്, ഓക്കെ, പക്ഷെ ബ്രഹ്മബാബയ്ക്ക് സമാനമായിട്ട് കുട്ടികൾ മാറും. जैसे जिस भी आत्मा से स्नेह होता है तो स्नेह का स्वरूप यही है कि जो स्नेही को पसंद हो वही स्नेह करने वाले को पसंद है. ബാബ പറയുന്നു, ഇപ്പോ ലോകത്തിൽ തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവിനോട് സ്നേഹമുണ്ട് എങ്കിൽ ആ സ്നേഹത്തിന്റെ സ്വരൂപമായിട്ട് ഇങ്ങനെയാ കാണിക്കുന്നത്, സ്നേഹിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയായിരിക്കും ഈ സ്നേഹിക്കുന്നയാൾക്കും ഇഷ്ടമാകുക. ചൽന, ഖാന, പീന, രഹ്ന സ്നേഹിക്ക് ദിൽ പസന്ത് ഹോ. അപ്പോ ഓരോ പ്രവൃത്തിയും, കഴിക്കുന്നതും കുടിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം താൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടായിരിക്കും സ്നേഹിക്കുന്നയാളും ചെയ്യുന്നത്. ഐസേ ഹി ബാപ് സേ സ്നേഹ് ജാൻതേ ഹോ ബാപ് കാ സ്നേഹ് കിസ്സേ ഹി. ഇതേപോലെ കുട്ടികൾക്ക് ബാബയുടെ സ്നേഹമുണ്ട്. കുട്ടികൾക്കറിയാമല്ലോ, കുട്ടികൾക്കറിയുമോ ബാബയ്ക്ക് എന്തിനോടാണ് സ്നേഹമുള്ളത് എന്ന്? ബാപ്കോ സദാ ക്യാ പസന്ത് ഹി. ബാബയ്ക്ക് എന്താണ് ഇഷ്ടം എല്ലായ്പ്പോഴും, അത് കുട്ടികൾക്കറിയുമോ? അപ്നെ ദിൽ പസന്ത് നഹി ലേക്കിൻ സ്നേഹി ബാപ്കെ ദിൽ പസന്ത്. ബാബ പറയുന്ന ഒരിക്കലും ബ്രഹ്മബാബയെ കുട്ടികൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒരിക്കലും സ്വന്തം ഇഷ്ടം അനുസരിച്ചിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, മറിച്ച് കുട്ടികൾ സ്നേഹിക്കുന്ന ബാബയുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കുട്ടികൾ പ്രവർത്തിക്കേണ്ടത്. तो सदा जो भी संकल्प करो व कर्म करो पहले यह सोचो कि स्नेही बाप के दिल पसंद है. ഓ ബാബ പറയുന്നു, അതുകൊണ്ട് സദാ ഏതൊരു സങ്കല്പം കുട്ടികൾ ചെയ്താലും ഏത് കർമ്മം ചെയ്താലും ആദ്യം ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, ഇത് എന്റെ സ്നേഹിയായ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ? അഗർ ബാപ്പോ പസന്ത് നഹി തോ ലോക് പസന്ത് ഭി നഹി. ബാബയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എങ്കിൽ ലോകത്തിനും ഇഷ്ടപ്പെടില്ല. तो सिर्फ इतनी सी बात है स्नेही के पसंदी से चलना. ബാബ പറയുന്ന ഇത്ര കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, കുട്ടികൾ സ്നേഹിക്കുന്ന ബാബയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇത്തന റിട്ടേൺ സദാകർ സക്തേ ഹോന. ബാബ ചോദിക്കുന്നു, ഇത്രയും പ്രതിഫലം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ബാബയ്ക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുകയില്ലേ? സർവ സംബന്ധ കെ സ്നേഹത്തെ ഇത്തനാ സാ റിട്ടേൺ ക്യാ മുഷ്കിൽ ലഗതാ ഹൈ. അപ്പം സർവ സംബന്ധത്തിലും വന്നിട്ട് ബാബ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോ അതിന് റിട്ടേൺ ആയിട്ട്, പ്രതിഫലമായിട്ട് ഇത്രയെങ്കിലും ചെയ്യുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? आज के स्मृति दिवस को सदाकाल के लिए समर्थी दिवस मनावो. ഇന്നത്തെ ഈ സ്മൃതി ദിവസത്തെ സദാകാലത്തേക്ക് സമർത്ഥതയുടെ ദിവസമായിട്ട് കുട്ടികൾ ആഘോഷിക്കൂ. യഹ് സങ്കൽപ് കരോ. ഇങ്ങനെ കുട്ടികൾ സങ്കല്പിക്കൂ, ജോ ബാപ്കോ പസന്തി വഹി മേരി പസന്തി. എന്താണോ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടത് അത് മാത്രമാണ്, അത് തന്നെയാണ് എന്റെയും ഇഷ്ടം. സദാ ബാബ് പസന്ത് ലോക് പസന്ത് രഹ്ന. അങ്ങനെ സദാ ബാബയ്ക്ക് ഇഷ്ടപ്പെട്ടവരായിട്ടും ലോകത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ടും കുട്ടികൾ ജീവിക്കണം. ദിൽ ശികസ്ത് ഹോന, किसी भी संस्कार व परिस्थितियों के वशीभूत होना, अल्पकाल की प्राप्ति कराने वाले व्यक्ति व वैभवों के तरफ आकर्षित होना, इन सब कमजोरियों रूपी कलियुगी पर्वत को आज के समर्थी दिवस पर सब बच्चे दृढ़ संकल्प की अंगुली दे सदाकाल के लिए समाप्त करो. अर्थात सदाकाल के विजयी बनो. നിരാശരാകുക,
അതേപോലെ ഏതെങ്കിലും സംസ്കാരങ്ങൾക്കോ അല്ലെങ്കിൽ പരിസ്ഥിതികൾക്കോ വശപ്പെട്ടു പോവുക, അല്പകാലത്തെ പ്രാപ്തി നൽകുന്ന വ്യക്തികളിലേക്കും വസ്തുക്കളിലേക്കും വൈഭവങ്ങളിലേക്കും ആകർഷിക്കപ്പെട്ടു പോവുക, ഈ ദുർബലതകളുടെ എല്ലാം കലിയുഗമാകുന്ന പർവ്വതത്തെ ഇന്നത്തെ ഈ സമർത്ഥി ദിവസത്തെ നിങ്ങളെല്ലാ കുട്ടികളും ദൃഢസങ്കല്പത്തിന്റെ വിരൽ നൽകി സദാകാലത്തേക്ക് സമാപ്തമാക്കൂ. അതായത് സദാകാലത്തെ വിജയിയായി മാറും. വിജയ് ആപ്കാ തിലക് ഹേ. വിജയം കുട്ടികളുടെ തിലകമാണ്. വിജയ് ആപ്കെ ഗലെ കി മാല ഹേ. വിജയം കുട്ടികളുടെ കഴുത്തിലെ മാലയാണ്. വിജയ് ജന്മസിദ്ധ അധികാർ ഹേ. വിജയം കുട്ടികളുടെ ജന്മസിദ്ധ അധികാരമാണ്. സദാ ഇസ് സമർത്ഥി സ്വരൂപമേ രഹോ. സദാ ഈ സമർത്ഥ സ്വരൂപത്തിൽ ജീവിക്കൂ. യേശേ സ്നേഹിക്കാറിട്ട്. ഇതാണ് ബാബയുടെ സ്നേഹത്തിനുള്ള പ്രതിഫലം. ബാബ ബച്ചോം സെ പൂച്ഛ്തേ ഹേ. ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, ജैसे ब्रह्मा बाबा ने सारे ज्ञान सार स्वयं धारण कर बच्चों को फॉलो फादर करने की हिम्मत दी. ബ്രഹ്മ ബാബ മുഴുവൻ ജ്ഞാനത്തിന്റെയും സാരം സ്വയത്തിൽ ധാരണ ചെയ്തിട്ട് ബാബയെ ഫോളോ ചെയ്താൽ മാത്രം മതി കുട്ടികൾ. ആ തലത്തിലേക്ക് ബ്രഹ്മ ബാബ ധൈര്യം കാണിച്ചു. ആ തലത്തിൽ സ്വയം ഉയരാൻ ബ്രഹ്മബാബ ധൈര്യം കാണിച്ചു. കുട്ടികൾക്ക് ബ്രഹ്മബാബയെ ജസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് ബ്രഹ്മബാബ എത്തിച്ചേർന്നു. സാകാർ രൂപ ദ്വാര അന്തിം മഹാവാക്യ അമൂല്യ സൗഗാത് ദി. എന്നിട്ടോ സാകാരത്തിൽ ബ്രഹ്മബാബ ശരീരം വിടുന്നതിന് തൊട്ട് മുമ്പ് അമൂല്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. അന്തിമ മഹാവാക്യമായിട്ട് അമൂല്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് ബാബ നൽകുകയും ചെയ്തു. സൗഗാത്തുക്കോ സ്വരൂപമേ ലായ. ആ ഗിഫ്റ്റിനെ, ഉപഹാരത്തെ, സമ്മാനത്തെ കുട്ടികൾ സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നു. സൗഗാത്ത് की रिटर्न में बापको स्मृति बापको स्वरूपन दिखाया है. ബാബ കുട്ടികൾക്ക് സമ്മാനം കൊടുത്തിട്ടാണ് ശരീരം വിട്ടുപോയത്. അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ട് ബാബയ്ക്ക് നിങ്ങൾ കുട്ടികൾ ആ സമ്മാനത്തിന്റെ സ്വരൂപമായിട്ട് മാറി കാണിച്ചോ ബാബയെ. സിർഫ് 3 ബോൾ ജോ ധേ ഉൻകോ സാകാർ മേ ലായ. കേവലം 3 വാക്കുകളെ ബാബ പറഞ്ഞുള്ളൂ. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. 3 വാക്കുകളെ ബാബ പറഞ്ഞുള്ളൂ. ബാബ പറയുകയാണ്, അതിനെ നിങ്ങൾ സാകാരത്തിൽ, സ്വരൂപത്തിലേക്ക് കൊണ്ടുവന്നു. സാകാർ സ്നേഹಕ್ಕೆ റിട്ടേൺ സാകാർ രൂപഹി. സാകാര സ്നേഹത്തിലുണ്ട് പ്രതിഫലം എന്ന് പറഞ്ഞാൽ സാകാരത്തിൽ സ്വരൂപമായിട്ട് മാറുക എന്നുള്ളതാണ്. സാകാരത്തിൽ ബ്രഹ്മബാബ കുട്ടികളെ ഇത്ര സ്നേഹിച്ചു. അതിന്റെ പ്രതിഫലമായിട്ട് കുട്ടികളും ബാബയെ നൽകിയ ഈ 3 വാക്കുകളുടെ സമ്മാനം, നിരാകാരി, നിർവികാരി, നിരഹങ്കാരി, അത് കുട്ടികളുടെ സാകാര സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സ്നേഹത്തിന്റെ റിട്ടേൺ. ഇൻഹി 3 ബോൾ സേ ബാബാനെ കർമാതീത അവസ്ഥക്കോ പായ. അപ്പോൾ ഈ 3 വാക്കുകളിലൂടെയാണ് ബാബ തന്റെ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിയത്. ഫോളോ ഫാദർ. കുട്ടികളും അതേപോലെ ഫാദറിനെ ഫോളോ ചെയ്യുക. സാകാർ ബാബാനെ സ്ഥിതി കാ സ്തംഭ് ബൻകർ ദിഖായ. ബ്രഹ്മ ബാബ സ്ഥിതിയുടെ സ്തംഭമായിട്ട് മാറി കാണിച്ചു. ജിസ്കെ സ്നേഹമേ യഹ് സ്മൃതി സ്തംഭ് ഭീ ബനായ ഹി. അപ്പൊ ആ ബാബയോടുള്ള സ്നേഹത്തിലാണ് ഈ സ്മൃതി സ്തംഭം, ശാന്തി സ്തംഭവും തയ്യാറാക്കിയത്. ഐസേ ഹി തത്വം സർവഗുണോക്കെ സ്തംഭ ബനും. അതേപോലെ തന്നെ കുട്ടികളും ആയിത്തീരുക. സർവഗുണങ്ങളുടെയും സ്തംഭമായി മാറും. जो विश्व के हर धर्म वाली आत्माएं धारण स्वरूप स्तंभ आपको माने. विश्व के आगे आदि पिता के समान शक्ति और शांति स्तंभ बनो. ബാബ പറയുന്നു, വിശ്വത്തിലെ സർവധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളുടെ മുന്നിൽ ധാരണാ സ്വരൂപ സ്തംഭമായി നിങ്ങൾ കുട്ടികൾ ജീവിക്കണം. അതായത് സർവധർമ്മത്തിലുമുള്ള ആത്മാക്കൾ നിങ്ങൾ കുട്ടികളെ
ധാരണാ സ്വരൂപ സ്തംഭമായി അംഗീകരിക്കണം. വിശ്വത്തിന്റെ മുന്നിൽ ആദി പിതാവിന് സമാനം, ബ്രഹ്മബാബയ്ക്ക് സമാനം ശക്തിയുടെയും ശാന്തിയുടെയും സ്തംഭമായി മാറും. स्नेह के संदेश जो बच्चों ने भेजे, रिटर्न में बाप दादा भी सभी स्नेही बच्चों को पदम गुणा स्नेह दे रहे हैं. അപ്പൊ സ്നേഹത്തിന്റെ കുട്ടികൾ അയച്ച സ്നേഹത്തിന്റെ സന്ദേശങ്ങൾക്കെല്ലാം പ്രതിഫലമായി ബാപ്ദാദയും എല്ലാ കുട്ടികൾക്കും കോടി മടങ്ങ് സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പദമാപദം ഭാഗ്യശാലി സദാരഹോ. ഇപ്പോൾ കുട്ടികൾ കോടി മടങ്ങ് ഭാഗ്യശാലിയായി സദാ ജീവിക്കൂ. സ്നേഹിക്ക റെസ്പോൺസ് ഫോളോ ഫാദർ. സ്നേഹത്തിന്റെ പ്രതികരണം ഫോളോ ഫാദർ എന്നതാണ്. जिससे स्नेह होता है उसको ऑटोमेटिकली फॉलो करना होता है. ആരോട് നമുക്ക് സ്നേഹമുണ്ടോ സ്വാഭാവികമായിട്ടും അവരെ പിന്തുടരാനും നമുക്ക് സാധിക്കും. तो सदा याद रहे कि कर्म जो कर रहे हैं एक फॉलो फादर है. സദാ കുട്ടികൾ ഇത് ഓർമ്മിക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം ബ്രഹ്മബാബ ചെയ്തതുപോലെയാണോ, ഫോളോ ഫാദർ ആണോ? അഗർ നഹീതോ സ്റ്റോപ്പ്. അങ്ങനെ ചിന്തിക്കുക, ചെക്ക് ചെയ്യുക. തന്റെ ഓരോ ചിന്തയും വാക്കും കർമ്മവും ബ്രഹ്മബാബയ്ക്ക് സമാനമാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല എന്ന് കണ്ടാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തിവെക്കുക. ഫോളോ ഫാദർ ഹേത്തോ കർമ്മച്ചലോ. ബ്രഹ്മബാബ ചെയ്തതുപോലെ തന്നെയാണ് എങ്കിൽ ചെയ്തോളൂ. കോപ്പി ഹി കർണി ഹേന. നമ്മൾ കോപ്പി അടിക്കുകയാണല്ലോ വേണ്ടത്. ബാപ്പോ കോപ്പി കർത്തെ ബാപ് ബൻ ജാവോ. അങ്ങനെ ബാബയെ കോപ്പി ചെയ്ത് ബാബയായി മാറും. കോപ്പി करने के लिए जैसे कार्बन पेपर डालते हैं वैसे अटेंशन का पेपर डालो तो कॉपी हो जाएगा. ബാബ പറയുന്നു, കോപ്പി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതാറുണ്ട്. ഇതേപോലെ ശ്രദ്ധ എന്ന പേപ്പർ കുട്ടികൾ വെക്കൂ, എങ്കിൽ ബ്രഹ്മബാബയെ കോപ്പി ചെയ്യാൻ സാധിക്കും. अभी अपने को तीव्र पुरुषार्थी नहीं बनाएंगे तो आगे चलकर यह समय भी खत्म हो जाएगा. फिर टू लेट हो जाएंगे, वंचित रह जाएंगे. ഇപ്പോൾ സ്വയത്തെ തീവ്ര പുരുഷാർത്ഥിയാക്കി മാറ്റുന്നില്ല എങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സമയവും തീർന്നു പോകും. പിന്നെ ടു ലേറ്റ് ആയി പോകും, വളരെ വൈകി പോകും. കുട്ടികൾ സമ്പാദ്യത്തിൽ നിന്നും വഞ്ചിക്കപ്പെട്ടു പോകും. അഭി ഹർ ശക്തി സേ സ്വയം കോ സമ്പന്ന ബനാനെ കാ സമയ ഹെ. ഈ സമയം സ്വയത്തെ സർവശക്തികളാലും സമ്പന്നമാക്കി മാറ്റുന്നതിനുള്ള സമയമാണ്. അഗർ സ്വയം കോ സമ്പന്ന നഹീ കർ സക്തേ ഹോ തോ സഹयोग लो, ചോദ്യം ചെയ്തു. ബാബ പറയുന്നു, സ്വയത്തെ സമ്പന്നമാക്കി മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാബ പറയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും സഹയോഗം എടുക്കൂ. എന്നും സമ്പന്നമായിട്ട് മാറാതിരിക്കരുത്. സമ്പന്നതാക്കി നിശാനിഹെ സന്തുഷ്ടത. സമ്പന്നതയുടെ അടയാളം സന്തുഷ്ടതയാണ്. ഇസ്ലിയെ സദാ സന്തുഷ്ട ആത്മാ ബനും. അതുകൊണ്ട് കുട്ടികൾ സദാ സന്തുഷ്ടാത്മാവായി മാറും. अच्छा, ऐसे സദാ ബാബാക്കെ സ്മൃതി സോ സമർത്ഥി സ്വരൂപം. ഇതുപോലെ സദാ ബാബയുടെ സ്മൃതിയുടെ സ്വരൂപവും സമർത്ഥതയുടെ സ്വരൂപവുമായ കുട്ടികൾക്ക് ബാബാക്കെ സദാ ദിൽ പസന്ദ്, ബാബയ്ക്ക് സദാ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സദാ ദൃഢസങ്കല്പ ദ്വാര സ്വയം കാ और विश्व का सेकंड में परिवर्तन करने वाले സദാ ദൃഢസങ്കല്പത്തിലൂടെ സ്വയത്തിന്റെയും വിശ്വത്തിന്റെയും പരിവർത്തനം സെക്കൻഡിൽ ചെയ്യുന്ന സദാ വിശ്വക്കെ ആകെ ശക്തി और ശാന്തി സ്തംഭ സമാൻ സ്ഥിതി രഹ്നെ വാലെ. സദാ വിശ്വത്തിന്റെ മുന്നിൽ ശക്തിയുടെയും ശാന്തിയുടെയും സ്തംഭത്തിന് സമാനം സ്ഥിതി ചെയ്യുന്ന ഐസേ ബാപ്ദാദാ കെ സമീപ് സിഖിലതേ ബച്ചോങ്കോ. ബാപ്ദാദ നമസ്തേ. ഇങ്ങനെ ബാപ്ദാദയുടെ സമീപത്ത് വസിക്കുന്ന കളഞ്ഞുപോയിട്ട് തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക്
ബാപ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. അതാണ് ബാബയുടെ മഹാവാക്യങ്ങൾ. ഓം ശാന്തി.